സർ, രാഷ്ട്രീയത്തിലെ സാറിനൊരു റോൾ മോഡൽ ആരാണ്? രാഷ്ട്രീയത്തിൽ സി അച്യുതമേനോൻ. കാര്യം അദ്ദേഹമാണ് കേരളത്തിലെ ഇന്ന് കാണുന്ന എല്ലാ വികസന പ്രവർത്തനത്തിനും കൊണ്ടുവന്ന അദ്ദേഹമാണ്. ഒരു പഞ്ചായത്തിലൊരു സ്കൂള്, ഒരു പഞ്ചായത്തിലൊരു ഹോസ്പിറ്റൽ, അതുപോലെ പൊതുമേഖലാ സ്ഥാനം 56 പൊതുമേഖലാ സ്ഥാനങ്ങളുണ്ട് കേരളത്തിൽ. അതെല്ലാം കൊണ്ടുവന്ന അദ്ദേഹമാണ്. ശ്രീത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവന്നത് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ്. അങ്ങനെ അതുകൊണ്ട് അദ്ദേഹമാണ് എൻ്റെ ഒരു റോൾ മോഡൽ സാറിന്. ഓക്കെ സാർ, നമ്മുടെ ഈ സോഷ്യൽ മീഡിയ രാഷ്ട്രീയമായിട്ടുള്ളൊരു അതിൻ്റെ ഒരു പങ്ക്, അതിൻ്റെ ഒരു ഇടപെടൽ എത്രമാത്രം സാർ? സോഷ്യൽ മീഡിയ ആവശ്യമില്ലാതെയും അനാവശ്യമായിട്ടും ഒക്കെ ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ. നമ്മുടെ സ്വകാര്യ ജീവിതത്തെ ഏറ്റവും കൂടുതൽ കടന്നു കയറുന്നത് ഈ സോഷ്യൽ മീഡിയ ആണ്. അത് ശരിക്കും പറഞ്ഞാൽ അതിന് പ്രത്യേക ഒരു നിയമം കൊണ്ടുവരേണ്ടതാണ്. ആരെയും എന്തും പറയാം, എങ്ങനെ ആക്ഷേപിക്കാം, അതിനാർക്കും ഒരു തടസ്സമില്ല. എനിക്ക് എന്തും ചെയ്യാം സോഷ്യൽ മീഡിയയിലൂടെ എന്നുള്ളതിൽ കറക്റ്റായി മാറിക്കൊണ്ടിരിക്കുക. അതിനെ നിയന്ത്രിച്ചേ പറ്റൂ. അത് നിയന്ത്രിച്ചില്ലെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയും ഈ മൊബൈലിൻ്റെ അതിപ്രശ്നം വന്നപ്പോഴും നമ്മുടെ തലമുറയെ ബാധിച്ചിട്ടുണ്ട്. അതെ, ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. സാർ ഇപ്പോൾ ഒരുപാട് യാത്ര ചെയ്യാറുണ്ടല്ലോ, സാറിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ്? എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ചോറും മീനോ നാടൻ ഭക്ഷണം. വെളിരാജ്യത്തൊക്കെ പോകുമ്പോഴോ? അവിടെ പോയാലും ഞാൻ ഇത് ചോദിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടം അതോടൊപ്പം തന്നെ ഈ ഞണ്ട്, കൊഞ്ച്, മീൻ വിഭവങ്ങളാണ്, കക്കയിറച്ചി, ഇതൊക്കെയാണ് ഏറ്റവും ഇഷ്ടം. ഓക്കെ, എന്നും മീൻ കഴിക്കുന്നതിന് ഒരു ചെറിയൊരു മാറ്റം, അപ്പൊ നമുക്ക് അതുകൂടെ ഒന്ന് ട്രൈ ചെയ്യണ്ടേ? ഈ വെറൈറ്റി ഫുഡ് ഉണ്ടാക്കുന്നതിൽ എൻ്റെ ഭാര്യ മിടിക്കുക. ഞാൻ ചേച്ചിയുടെ കൂടെ ഏറ്റവും നന്നായി ഭക്ഷണം പാചകം ചെയ്യും. നല്ലോണം ചിക്കൻ വെക്കും, നല്ലോണം മട്ടൺ കറി വെക്കും, നല്ലോണം ഫിഷ് കറി വെക്കും. അപ്പൊ ഞാനൊരു ദിവസം വീട്ടിൽ വരാം, ഞാൻ കുറെ റെസിപ്പി പഠിക്കാലോ. അപ്പൊ റെസിപ്പി പഠിച്ചിട്ട് ഞാനും എന്റെ പ്രേക്ഷകരും കൂടെ പങ്കുവെച്ചോളാം. തീർച്ചയായിട്ടും വരാം സാർ. അപ്പൊ ഇപ്രാവശ്യം ഞാൻ പരീക്ഷിച്ച സാർ പറയണം, ചേച്ചിയോളം വരികയല്ല, പക്ഷെ എന്നാലും പക്ഷെ ഞാൻ ഇത് കാണുന്നുണ്ട് ഈ പ്രോഗ്രാം. അപ്പം നന്നായി ഒക്കെ ദൈവാനുഗ്രഹം സാർ, അത്രേ ഉള്ളൂ. സാറിന് മീനിനോടാണ് പ്രിയം, പക്ഷെ എന്നാലും ഒരു ചേഞ്ച്. നന്നായി. താങ്ക് യു സർ. കാര്യം ഞാനിപ്പോൾ ചിക്കൻ കഴിച്ചിട്ട് അടുത്ത നാളെ കുറേ നാളായി. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ പോയ വീട്ടിൽ ഒരു ചിക്കൻ കൊണ്ടുവച്ചു, ഞാൻ തൊട്ടില്ല, ഫിഷ് മാത്രം കഴിച്ചു. എൻ്റെ ദേവി, അടുത്ത പ്രാവശ്യം ആവട്ടെ സാർ, ഞാൻ നല്ലൊരു ഫിഷ് കറി ചെയ്യാം. നമ്മുടെ നാടനല്ല, അല്ലാതെ ഒരു സ്പെഷ്യൽ സാധനം. അപ്പൊ ട്രൈ ചെയ്യാലോ സാർ? തീർച്ചയായിട്ടും. ഓക്കെ, എന്തായാലും സാർ വിലയേറിയ സമയത്ത് ഞങ്ങളുടെ അടുത്ത് വരൂ. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളോട് സംസാരിച്ചു. ഒരു വീട്ടമ്മ എന്ന നിലയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കും മനസ്സിലായി. സാർ, ഞങ്ങൾ സാറിനോട് പറഞ്ഞ കുറേ കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ, സാറിനൊരു പ്രചോദനമായിട്ട് വരാൻ ഞങ്ങളൊരു ചെറിയ ഗിഫ്റ്റ് തരട്ടെ. ഇതൊരു ചെറിയ ഗിഫ്റ്റാണ് സാർ. സാർ ഇവിടെ വന്ന് ഞങ്ങളോടൊപ്പം സഹകരിച്ച് ഞങ്ങളെ ഒരുപാട് സ്നേഹിച്ചതിന് താങ്ക് യു വെരി മച്ച്. Ali's Kitchen. Let's cook with love.